നമസ്കാരം. ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻ എന്നതിലുപരി ഒരു ക്രിക്കറ്റ് ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ഇന്നത്തെ ഒരു റിസൾട്ടിൻ്റെ പേരിൽ. കാരണം ഒരു 2 ദിവസം മുമ്പ് ഇന്ത്യയുടെ കയ്യിൽ തീരെ ഇല്ലാതിരുന്നൊരു മാച്ചായിരുന്നു. അതൊരു 90% ഇംഗ്ലണ്ടിൻ്റെ കയ്യിലിരുന്ന മാച്ച് ഇന്ത്യ എങ്ങനെ ഈ ഒരു ടെസ്റ്റിലേക്ക് തിരിച്ചു വന്നു, ഒരു ഡ്രോ പിടിച്ചു വാങ്ങി എന്നുള്ളത് ഇറ്റ്സ് വെരി അമേസിങ്. ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഇതൊരു ട്രാൻസിഷൻ പീരീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ടെസ്റ്റിലൊക്കെ ഇന്ത്യൻ ടീമിനെ വിമർശിക്കുമ്പോഴും ഒരു ഫൈറ്റ് കാണാത്തതിൽ അല്ലെങ്കിൽ ബോളിങ്ങിലോ അല്ലെങ്കിൽ ഫീൽഡിലോ മിസ്റ്റേക്കുകളാണ് നമ്മൾ വിമർശിച്ചത്. പക്ഷേ ഈ രീതിയിലുള്ളൊരു ഫൈറ്റ് ഇന്ത്യൻ ടീമിൻ്റെ കയ്യിൽ നിന്നുണ്ടാകുമ്പോൾ ഈ മാച്ചല്ല, അടുത്ത മാച്ച് തോറ്റാൽ പോലും ആസ് എ ഫാൻ അതിനകത്തൊരു ഡിസപ്പോയിൻമെൻറ്റ് തോന്നത്തില്ല. കാരണം ഇങ്ങനെ ഒരു ഫൈറ്റ് നടത്തിയിട്ട് തോക്കുന്നത് നമുക്ക് ഒരു പ്രശ്നമില്ല. അമ്മാതിരി ഒരു പെർഫോമൻസ് ആയിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ കയ്യിൽ നിന്നുണ്ടായത്. പ്രത്യേകിച്ചും രവീന്ദ്ര ജഡേജ ആൻഡ് വാഷിങ്ടൺ സുന്ദർ, അതിനു മുമ്പ് കെ എൽ രാഹുൽ ആൻഡ് ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ, ഇവർ 4 പേരും സൂപ്പറായിട്ട് ബാറ്റ് ചെയ്തെന്ന്. രവീന്ദ്ര ജഡേജയുടെയും വാഷിങ്ടൺ സുന്ദറിൻ്റെയും കാര്യം എടുത്തു പറയണം. അവരൊരു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ അല്ല എങ്കിൽ പോലും ഇന്ന് ഈ ഒരു ഡിഫിക്കൽട്ട് കണ്ടീഷനിൽ കാണിച്ച ആ ഒരു ക്യാരക്ടർ വളരെ ബുദ്ധിമുട്ടുള്ളൊരു പിച്ചായിരുന്നു. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. ഇവരിപ്പോൾ നമ്മൾ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപക്ഷെ പറയാൻ പറ്റുമായിരിക്കും പിച്ച് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പിച്ച് ബുദ്ധിമുട്ടുള്ള പിച്ച് തന്നെയായിരുന്നു. അൺഈവനായിട്ടുള്ള ബൗൺസ് ഉണ്ടായിരുന്നു. ആ റഫിലൊക്കെ വീഴുമ്പം ചില ബോളുകളൊക്കെ വളരെ അൺയൂഷ്വലായിട്ട് ബിഹേവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സിൻ്റെ പല വിധത്തിലുള്ള തന്ത്രങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇന്ന് ഇവർ പിടിച്ചെടുത്ത ഈ ഒരു ഈ ഡ്രോയ്ക്ക് വിജയത്തെക്കാട്ടിലും കൂടുതൽ മധുരമുണ്ട്. ഒരു രക്ഷയിലെ സൂപ്പർ പെർഫോമൻസ്. ഐ എം ഹാപ്പി ഫോർ ഇന്ത്യൻ ടീം. ഈ ഒരു പുതിയൊരു ടീം, ഇന്ത്യയുടെ ന്യൂ ജനറേഷൻ ഓഫ് ടീം തീർച്ചയായിട്ടും മോർ ഹൈറ്റ്സിലേക്ക് പോകാൻ കേപ്പബിലിറ്റി ഉള്ളൊരു ടീമാണ്. അതിനകത്ത് തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടുള്ള സൈഡുകളുണ്ട്, അല്ലെങ്കിൽ കുറവുകളുണ്ട്. അതായത് ക്യാപ്റ്റൻസിയുടെ ഭാഗത്തു നിന്നുള്ളത് അതൊക്കെ ഓൺ ദ ഗോയിൽ റെഡിയായി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ റെഡിയായി വരുവാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ ഒരു ടീമിൻ്റെ ക്യാരക്ടർ ആസ് എ ടീം, ക്യാപ്റ്റൻ്റെ കാര്യം അങ്ങനെയല്ല പറയുന്നത്, ഈ ഒരു ടീമിൻ്റെ ക്യാരക്ടർ ഇറ്റ്സ് അമേസിങ്. അതായത് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ഈ ഒരു ടീമിനെ ആസ് എ ഫാൻ നമുക്ക് സ്നേഹിക്കാനുള്ളൊരു ഊർജ്ജം എന്ന് പറയുന്നത്. എന്തായാലും ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റനും ഇംഗ്ലണ്ട് ടീമിനും ടോട്ടലി ഫ്രസ്ട്രേറ്റഡ് ആയി ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഇംഗ്ലണ്ട് ഈ ഒരു സൈക്കിളിൽ ഫൈനലിൽ വരണം, നന്നായിട്ട് പെർഫോം ചെയ്യണം, ആഷസിലടക്കം ഇംഗ്ലണ്ട് ടീം നന്നായിട്ട് പെർഫോം ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അവർ ടെസ്റ്റ് ക്രിക്കറ്റിൽ അവർ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻസ്, അവരുടെ ഈ ബാസ്ബോൾ എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവരുന്ന ഒരു എൻ്റർടൈനിങ് സൈഡൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ ഇന്ന് വൈകിട്ടായപ്പോഴത്തേക്ക് അവരുടെ ഒരു സ്വതസിദ്ധമായിട്ടുള്ളൊരു സുപ്പീരിറ്റി സാധനം ഉണ്ടല്ലോ, അവരുടെ ആ ഒരു സംഭവം പുറത്തേക്ക് വന്നു. അതായത് അവർ തീരുമാനിക്കുന്ന സമയത്ത് ഇന്ത്യ കളി വേണ്ടെന്ന് വെച്ച് മതിയാക്കി പോകണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി, അതിന് ഇന്ത്യ വഴങ്ങാതിരുന്നപ്പോഴത്തേക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവരുടെ ക്യാപ്റ്റനും അതുപോലെ തന്നെ പ്ലെയേഴ്സും ബിഹേവ് ചെയ്തത് വളരെ സില്ലിയായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ഇന്ത്യയുടെ രവീന്ദ്ര ജഡേജ അത് സൂപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തു, ചിരിച്ചുകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്തു. അവർ 2 പേരും സെഞ്ചുറി ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെ സഞ്ജയ് മഞ്ജരേക്കർ പറഞ്ഞ ഒരു കൾച്ചറൽ ഡിഫറൻസിൻ്റെ പ്രശ്നമാണ്. ഇംഗ്ലണ്ടിൽ അങ്ങനെയാണ്. ഇപ്പോൾ ഈ കളി 2 പേർക്കും ജയിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒരു ക്യാപ്റ്റൻ വന്ന് നമുക്ക് കളി നിർത്താമെന്ന് ഓഫർ ചെയ്യുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ എല്ലാവരും തയ്യാറാവും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് അങ്ങനെ ഒരു അവിടെ കളി നിർത്തേണ്ട ഒരു ആവശ്യമില്ല. ജഡേജ, വാഷിങ്ടൺ സുന്ദർ ഇന്ന് കളിച്ച ഒരു ഇന്നിങ്സിൻ്റെ ഒരു ഇത് വെച്ചിട്ട് അവർ 2 പേരും സെഞ്ചുറി അർഹിക്കുന്നുണ്ട്. അവർ സെഞ്ചുറി അടിക്കുന്ന കണ്ടിട്ട് കളി നിർത്തേണ്ട ആവശ്യമുള്ളൂ എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു ലൈൻ. അത് തന്നെയാണ് ഇന്ത്യയുടെ ശരി. അവരുടെ ശരി മറ്റൊന്നായിരിക്കും, അവരുടെ കൾച്ചർ മറ്റൊന്നായിരിക്കും. ബട്ട് അവരത് മനസ്സിലാക്കേണ്ടതാണ്. അവരുടെ ടീമിൻ്റെ 2 ബാറ്റ്സ്മാരാണ് ഇങ്ങനെ ഒരു സെഞ്ചുറിയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ വന്നിട്ട് കളി നിർത്താമെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ? മോസ്റ്റ് പ്രോബബ്ലി സമ്മതിക്കത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ആ ഒരു ഫ്രസ്ട്രേഷനൊക്കെ അവരെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിച്ചതാണ് ഇന്ത്യയുടെ വിജയം. ബെൻ സ്റ്റോക്ക് ഇന്ന് ആ കൂളൊക്കെ വിട്ടിട്ട് ഫ്രസ്ട്രേഷൻ കാണിച്ച് അവസാനം കയറിപ്പോകേണ്ടി വന്നതാണ്. അവിടെയാണ് ഇന്ത്യൻ ടീമിൻ്റെ വിജയം. സൂപ്പർ പെർഫോമൻസ് ബൈ ഇന്ത്യൻ ടീം. ഇംഗ്ലണ്ട് ടീമിനെ സംബന്ധിച്ച് വളരെ ഡിസപ്പോയിൻ്റ് ആയിരിക്കും. കാരണം അവരുടെ അവസ്ഥ അതാണ്. കാരണം 2 ദിവസം മുമ്പ് അവരുടെ കയ്യിലിരുന്ന മാച്ചാണ്. ഇന്നലെ വൈകിട്ട് പോലും അവർക്ക് കയ്യിൽ ആണെന്ന് വിശ്വസിച്ചിരുന്ന മാച്ചാണ് ഇന്ത്യ ഇന്ന് പുൾ ഓഫ് ചെയ്ത് എടുത്തുകൊണ്ട് വരുന്നത്. സോ അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അവർ 3 ക്യാച്ച് വിട്ടു എന്നുള്ളത് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആണ്. ഇപ്പോൾ ജഡേജ വന്ന സമയത്ത് ഫസ്റ്റ് ബോളിൽ തന്നെ ജഡേജയുടെ ക്യാച്ച് റൂട്ട് ഒരെണ്ണം സ്ലിപ്പിൽ വിടുകയുണ്ടായി. അതൊക്കെ അവരുടെ സൈഡിൽ നിന്നുണ്ട്. ഇങ്ങനെ ഒരു മാച്ചിൽ ആ ക്യാച്ചൊക്കെ എടുക്കേണ്ടതാണ്, അത് കയ്യിലിരിക്കേണ്ട ക്യാച്ചാണ്. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്സ് ഉണ്ടായി. അവർ കണ്ടീഷൻസിനെ യൂസ് ചെയ്യാൻ അവരുടെ സ്പിന്നറിന് പറ്റിയില്ല. ഡോസൺ വളരെ ഒരു മികച്ച രീതിയിൽ ബോൾ ചെയ്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ബെൻ സ്റ്റോക്സ് എന്താണോ ബെൻ സ്റ്റോക്സിന് വേണ്ടിയിരുന്നത് അത് കൊടുക്കാനായിട്ട് ഡോസണിന് പറ്റിയില്ല. 5th ഡേ ആയിട്ട് പോലും ആ ഒരു പിച്ചിൻ്റെ അഡ്വാൻറ്റേജ് യൂസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്ന ഒരു സ്പിന്നറിന് കഴിഞ്ഞില്ല എന്നുള്ളത് അവരുടെ പരാജയമാണ്. സോ ഈ ഒരു സിറ്റുവേഷനിൽ അവർ വന്ന് നിൽക്കാൻ അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി രാവിലത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ
നോക്കുകയാണെങ്കിൽ KL രാഹുലിൻ്റെ വിക്കറ്റ് അതും ബെൻ സ്റ്റോക്സ് തന്നെയാണ് എടുത്തത്. ഒരു നിർഭാഗ്യവശാൽ അത് താന്ന ഒരു ബോൾ, ആ ഒരു അൺഈവൻ ബൗൺസ് പൂർണ്ണമായിട്ട് ഈ ഒരു പിച്ചിലുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ മറ്റൊരു സൈഡുണ്ട്, ബെൻ സ്റ്റോക്സിന് ഒരു ഫുൾ ഫിറ്റ്നസ്സിൽ ഇന്ന് എറിയാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ ഒരു കഥ മറ്റൊന്നായനെന്ന് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടെ ചലഞ്ചിങ് ആയതിനെ ഇന്ത്യയെ സംബന്ധിച്ച്. ബെൻ സ്റ്റോക്സിന് ഒരു പൂർണ്ണമായിട്ട് എറിയാൻ പറ്റാതിരുന്ന ഇന്ത്യയെ സംബന്ധിച്ച് സഹായകരമായി. മറ്റ് ബോളേഴ്സിന് ആ ഒരു കണ്ടീഷൻസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് വലിയൊരു പരാജയമാണ്. ബെൻ സ്റ്റോക്സ് ഒഴികെയുള്ള ബോളേഴ്സിന് കണ്ടീഷൻസ് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവർ നോക്കേണ്ട അല്ലെങ്കിൽ റീവിസിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഓവറോൾ ഇംഗ്ലണ്ട് സൂപ്പർബായിട്ട് ഈ ഒരു ടെസ്റ്റ് കളിച്ചു. പല സിറ്റുവേഷൻസിലും അവർ മുൻകൈ എടുത്തു. പ്രത്യേകിച്ചും ഇന്ത്യയുടെ ബോളിങ്ങിലെ നിലംപരിശായിക്കൊണ്ട് അവർ ഫസ്റ്റ് ഇന്നിംഗ്സിൽ സൂപ്പറായിട്ട് ബാറ്റ് ചെയ്തു. അതുപോലെ തന്നെ സെക്കൻഡ് ഇന്നിംഗ്സിൽ ഇന്ത്യ ബാറ്റ് ചെയ്യുന്ന സംബന്ധിച്ച് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം അവർ ട്രൈ ചെയ്തു. പ്രഷർ ബിൽഡ് ചെയ്യാനായിട്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം അവർ ട്രൈ ചെയ്തു. ഇംഗ്ലണ്ട് പ്ലേഡ് വെൽ. ഇന്ത്യ ഈ ഒരു മാച്ചിലേക്ക് തിരിച്ചു വരാൻ കാണിച്ച ആ ഒരു ടെമ്പറമെൻറ്റും ആ ഒരു ടീം സ്പിരിറ്റും ആ ഒരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റിയും അത് ഇന്ത്യക്ക് ഒരു മൊമെൻറ്റം നൽകും അടുത്തൊരു ടെസ്റ്റിലേക്ക് പോകുമ്പോൾ. ഇപ്പോൾ ഇവിടുന്ന് ഒരു മാനസികമായിട്ട് മേൽക്കൈയുള്ളത് ഇന്ത്യക്കാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇംഗ്ലണ്ട് ഫ്രസ്ട്രേറ്റഡ് ആണ്. അവർക്ക് എന്താണോ ഡിസേർവ് ചെയ്തിരുന്നത്, അവരെന്താണോ ഇപ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് അവർക്ക് കിട്ടാതെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് പോകുന്നത് അടുത്ത ടെസ്റ്റിലേക്ക്. ഇന്ത്യ വളരെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടെ നല്ലൊരു മൊമെൻറ്റത്തോടു കൂടിയാണ് അടുത്ത ടെസ്റ്റിലേക്ക് പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചൊരു വലിയ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇംഗ്ലണ്ട് ഈ ബാസ്ബോൾ എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങിയതിന് ശേഷം 2 ഡ്രോയെ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. അതിൽ രണ്ടാമത്തെ ഡ്രോയാണിത്. ബാക്കി എല്ലാ മാച്ചിലും അവർ റിസൾട്ടിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതും അവരുടെ ഫ്രസ്ട്രേഷൻ ആക്കം കൂട്ടുന്ന ഒരു കാര്യമാണ്. എനിവേ, വാഷിംഗ്ടൺ സുന്ദർ ആൻഡ് ജഡേജ വീണ്ടും അവരെ അഭിനന്ദിക്കാതെ എടുത്തെടുത്ത് പറഞ്ഞേ പറ്റൂ. സൂപ്പർവായിട്ട് ബാറ്റ് ചെയ്തു. കണ്ടീഷൻസിനെ വെച്ച് നോക്കുമ്പോൾ ഒരു വാലറ്റം അല്ലെങ്കിൽ മിഡിൽ ഓർഡർ എന്നുള്ള രീതിയിൽ അവർ സൂപ്പർവായിട്ട് ബാറ്റ് ചെയ്തു. അതുപോലെ തന്നെ ശുഭ്മൻ ഗില്ലിൻ്റെ സെഞ്ചുറി ഒരു രക്ഷയില്ലായിരുന്നു. ഒരു ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ് ഇപ്പോൾ ഈ ഒരു സീരീസിൽ ഇതിനു മുമ്പ് ശുഭ്മൻ ഗിൽ അടിച്ച സെഞ്ചുറിയെക്കാട്ടിലെല്ലാം മുകളിൽ വെക്കാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു ഇത്. ഒരു സെഞ്ചുറി ആയിരുന്നു ഇത്. കാരണം ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ, ഇങ്ങനെ ഒരു പ്രഷർ സിറ്റുവേഷനിൽ അടിച്ച ഈ ഒരു സെഞ്ചുറിക്ക് പൊന്നും വിലയാണ് ശുഭ്മൻ ഗില്ലിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചും. സോ ആസ് എ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലിന് കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കും ഈ ഒരു സെഞ്ചുറി. കാരണം ഇങ്ങനെ ഒരു കഴിഞ്ഞ രണ്ടും ഒരു ഫ്ലാറ്റ് പിച്ചാണെന്നുള്ളൊരു വിമർശനം പൊതുവെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ അടിച്ച സെഞ്ചുറി പുള്ളിയുടെ ആത്മവിശ്വാസം എന്തായാലും ഉറപ്പായിട്ട് കൂട്ടും. ഇനി അടുത്തൊരു മാച്ച് വരുന്നത് ഓവലിലേക്കാണ്. ഓവലിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഇനി കുൽദീപ് യാദവിൻ്റെ ഒരു ചോദ്യം ഉയരുന്നില്ല. കാരണം കുൽദീപ് യാദവ് അവിടെ ഓവറിൽ സ്പിന്നിന് അധികം സപ്പോർട്ട് ചെയ്യുന്നില്ല. കളിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കളിപ്പിക്കണമായിരുന്നു. അപ്പോൾ ഇന്ത്യ ടോട്ടലി ഇനി കുൽദീപ് യാദവ് ഈ ഒരു സീരീസിൽ കളിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായി. പന്തിൻ്റെ അവൈലബിലിറ്റി സംശയമാണ്. കാരണം ഫ്രാക്ചർ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ പന്തിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ധ്രുവ് ജുറയിൽ കളിക്കേണ്ടതായിട്ട് വരും. സോ അതാണ് ഇന്ത്യയുടെ മേജർ ചേഞ്ച്. പക്ഷേ അവിടെ ഇന്ത്യക്ക് ജയിച്ച് ഈ ഒരു സീരീസ് സമനിലയാക്കണം എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്യും. ഈ ഒരു സ്പിരിറ്റും ഈ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റും വെച്ച് ഇന്ത്യക്ക് അത് സാധിക്കും. പക്ഷേ ഇംഗ്ലണ്ട് ഈസി ആയിരിക്കില്ല. ഇംഗ്ലണ്ട് ശക്തമായിട്ട് തിരിച്ചു വരും. കാരണം അടുത്ത മാച്ചിൽ നല്ല രീതിയിലുള്ളൊരു എന്താ പറയുന്ന ഒരു ഫൈറ്റ് രണ്ട് ടീമിൽ നമ്മൾ കാണാനായിട്ട് സാധിക്കും. കാരണം അവർ മുറിവേറ്റ സിംഹത്തെ പോലെയാണ് ഇംഗ്ലണ്ട് പോയിരിക്കുന്നത്. സോ അവർ ആ ഒരു ഫ്രസ്ട്രേഷൻ അടുത്ത മാച്ചിൽ തീർച്ചയായിട്ടും കാണിക്കും. ദേ വിൽ കം ഹാർഡ് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇന്ത്യ അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം. ഇവിടെ ഇംഗ്ലണ്ടിന് സമനിലയോ അല്ലെങ്കിൽ ഒരു ജയമോ മതി ഈ സീരീസ് നേടാനായിട്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ജയം ഉറപ്പായിട്ടും വേണം എന്നുള്ളത് ഇന്ത്യയെ ഒരു ചെറിയ രീതിയിൽ പ്രഷറിൻ്റെ ഇതിൽ നിർത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അടുത്ത മാച്ചിൻ്റെ പ്രിവ്യൂവിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ഈ ഒരു പുതിയ ടീമിനെ വീണ്ടും അഭിനന്ദിക്കുന്നു. അവർ കാണിച്ച ടെമ്പറമെൻറ്റിനും പോരാട്ട വീര്യത്തിനും. ഇന്ത്യ ഒരു സേഫ് ഹാൻഡ്സിലാണ്. ആസ് എ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലിൻ്റെ പിഴവുകളെല്ലാം നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇമ്പ്രൂവ് ആകാനുള്ള ടൈമുണ്ട്. ഈ ഒരു മാച്ചിൻ്റെ ബാറ്റിംഗ് പെർഫോമൻസ് സെക്കൻഡ് ഇന്നിങ്സിലെ ആറ്റ്സ് ഓഫ്. ആൻഡ് ആസ് ആൻ ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻ ആൻഡ് ആസ് എ ക്രിക്കറ്റ് ഫാൻ ഐ ആം സോ ഹാപ്പി. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നതും വരെ ബൈ.